നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് പല ദുരന്തങ്ങളും നടന്നിട്ടുണ്ട്. അത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നടന്ന ദുരന്തം വലിയ വേദനയായി നമുക്കിടയിലുണ്ട്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ഒരു നിമിഷം കൊണ്ട് പൊട്ടിത്തകർന്നത്. അതിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ ബാക്കി എല്ലാ യാത്രക്കാരും കൊല്ലപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു അപകടം മാറി. വളരെയേറെ സങ്കടകരമായ അവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ്. എന്നാൽ ആ സങ്കടകരമായ അവസ്ഥയിൽ പോലും രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ കുത്തിത്തിരികൊണ്ട് പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും പോണ്ട, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം. ഈ വാർത്തയുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ ഭൂരിപക്ഷവും ഈ ചിരിച്ചുകൊണ്ടുള്ള ഇമോജി ഇടുന്ന അല്ലെങ്കിൽ ആഹ്ലാദിക്കുന്ന ഇമോജി ഇടുന്ന ചില വൈകൃത മനസ്സുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള ആളുകളെ സംഘികൾ സുഡാപ്പികൾ സംഘികളെന്നും അല്ലെങ്കിൽ കൊങ്ങികളെന്നും കമ്മികളെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പറയുകയാണ്. പക്ഷേ ഇത്തരത്തിൽ മനോവൈകൃതമുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് BJP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി ഈ ഒരു അപകടത്തിൽ മരിക്കുന്നു. ഇത് വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണെന്ന തരത്തിലാണ് ഒരാൾ കമൻ്റ് ഇടുന്നത്. ആ കമൻ്റ് ഇടുന്ന ആളുടെ പേര് നോക്കി, അയാളുടെ മതം നോക്കി അയാളെ സുഡാപ്പിയാക്കി മാറ്റുന്ന ആളുകൾ. അതേപോലെ നമുക്കറിയാം, ഇത്തരത്തിൽ പേരുകൾ നോക്കിയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരാളെ മാറ്റുകയാണ്. അത് സുഡാപ്പികളാണ് കൂടുതലായും ഇത്തരത്തിൽ മാറ്റുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പല പേരുകളും അങ്ങനെ കാണുമ്പോൾ അവരെ പിടിച്ച് സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കൃസംഗികളാക്കുകയാണ് സുഡാപ്പികൾ ചെയ്യുന്നത്. എന്തായാലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ ഈ ആഹ്ലാദിക്കുന്ന ഇമോജികൾ ഇടുന്നതിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുന്നത്. പക്ഷേ മറുപക്ഷവുമുണ്ട്. മക്കയിലോ മദീനയിലോ ഒരു ദുരന്തമുണ്ടായാൽ അവിടെ ആഹ്ലാദിക്കുന്ന തരത്തിൽ ഇമോജി ഇടുന്ന ആളുകൾ, ചിരിക്കുന്ന കമൻറ്റുകൾ ഇടുന്ന ആളുകൾ, നാളെ വേളാങ്കണ്ണിയിൽ ഒരു അപകടമുണ്ടായാൽ അതിൽ ആഹ്ലാദിക്കുന്ന ആളുകൾ, ഇത്തരത്തിൽ മനോവൈകൃതമുള്ള ആളുകളാണ് നമുക്കിടയിൽ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മളെ തന്നെ വിളിക്കുന്നത്, നേരത്തെ കുഞ്ഞിക്കുഞ്ഞ് സിനിമയിൽ ദിലീപിൻ്റെ കഥാപാത്രം പറഞ്ഞ പോലെ, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണ് എന്ന് പറയുന്നത് പോലെ നമ്മളെ തന്നെ വിളിക്കുന്നത് നമ്മൾ മതേതരവാദികളാണ്, മതേതര നിഷ്പക്ഷവാദികളാണ്, എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ പോലും നമ്മളവിടെ BJP-കാരനാണ് മരിച്ചത്, BJP നേതാവാണ് മരിച്ചത്, അല്ലെങ്കിൽ ഹിന്ദുവാണ് കൂടുതൽ മരിച്ചത്, മുസ്ലിമാണ് കൂടുതൽ മരിച്ചത്, ക്രിസ്ത്യാനിയാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇമോജികൾ ഇട്ട് പരസ്പരം താറടിച്ച് നമ്മുടെ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.